കേരളം കണ്ട ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ യുദ്ധമായിരുന്നു ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തൂക്കിയ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ്. എന്തായാലും UDFിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമുണ്ട്, കേരളം ജയിക്കും, UDF നയിക്കും. ആ ഒരു ആശയത്തിന് പിന്നിൽ ആരാണ്? എന്നോടൊപ്പം ഡി സജീവ് എന്ന മുൻ SFIക്കാരൻ ചേരുകയാണ്. രണ്ടാമത് ഈ മുദ്രാവാക്യം എഴുതുക എന്നുള്ളത് എന്നെ ഏൽപ്പിച്ചത് PC വിശ്വനാഥ്, നമ്മുടെ ആത്മസുഹൃത്തു കൂടിയായിട്ടുള്ള PC വിശ്വനാഥ് MLA ആണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ഒരെണ്ണം എഴുതിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനകത്തൊരു വെല്ലുവിളി എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ കിടന്നത് കേരളത്തിൽ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ഈ LDF വരും എല്ലാം ശരിയാകും എന്ന് 2014. അതിനുശേഷം പിന്നീട് വരുന്നത് ഉറപ്പാണ് കേരളം. ഈ രണ്ട് സാധനമാണ് മുന്നിൽ കിടക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കണമെങ്കിൽ ഒരു സാധനം പലതും നമ്മൾ ശ്രമിച്ചു നോക്കി, എഴുതി നോക്കിയിട്ടൊന്നും അത്ര കൃത്യതയിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു, മുണ്ടോപനിഷത്തിലെയും അതിനൊക്കെ ലാറ്റിൻ വാചകമുണ്ട്, ദൈവശബ്ദം ജനശബ്ദം. അത് മുണ്ടോപനിഷത്തിലെ പ്രധാനപ്പെട്ടൊരു വാചകമാണ് സത്യമേവേ ജയതേ. അതിനോടൊപ്പം നിൽക്കുന്ന ഒരു സാധനം കേരളം ജയിക്കും, UDF നയിക്കും. ആദ്യം നമ്മൾ എഴുതിയ ജനം ജയിക്കും, UDF നയിക്കും എന്ന് പറഞ്ഞ ഒരു ക്യാപ്ഷനാണ് എഴുതുന്നത്. പക്ഷേ ഒരു ദിവസം PC വിളിച്ച് പറഞ്ഞ് അത് നമുക്ക് ജനം ജയിക്കും, UDF നയിക്കും എന്നുള്ള ഒരു വാചകം തന്നെ നമുക്ക് എടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്കൊന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് അങ്ങനെയാണ് കേരളം എന്നതിലേക്ക് മാറുന്നത്. അത് പ്രധാനമായിട്ട് PC ആണ്. കാരണം PC വിശ്വനാഥിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയ കഴിവുകളുണ്ടെങ്കിൽ തന്നെയും അത് കണ്ടെത്തി നമ്മളെ കൃത്യമായി വിന്യസിക്കാൻ പറ്റും. മറ്റേത് പ്ലാറ്റ്ഫോമിലും നമുക്കത് കിട്ടിയിട്ടില്ല. കേരളത്തിൽ വേറെ ആരുടെയൊക്കെയാണ് ഈ പരസ്യവാക്യങ്ങളൊക്കെ? പരസ്യങ്ങൾക്ക് ഇപ്പം ശബരിനാഥിൻ്റെ നേരാണ് ശബരി എന്ന് പറഞ്ഞത്. പിന്നെ KC വേണുഗോപാൽ പാർലമെൻറ്റിൽ മത്സരിച്ചപ്പം ആലപ്പുഴയുടെ വാക്കും മനസ്സും എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നീട് ഇപ്പം ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറഞ്ഞ് സനീഷ് ജോർജിൻ്റെ ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡ്യുമൽ ആകെ ഉപയോഗിച്ചൊരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജിക്സോ പസിൽസാണ്. അത് അതായത് ഒന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ സാന്നിധ്യം വേണമെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഉമ്മൻചാണ്ടി സാറിൻ്റെ സാന്നിധ്യത്തോടു കൂടി ചേർത്ത് വെച്ചുകൊണ്ട് അത് ജനങ്ങളെയും കുട്ടികളുടെ ഇടയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഇടത് പ്ലാറ്റ്ഫോമിൽ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ പോലുള്ള അതൊരു അത് ഇപ്പോൾ ഉള്ളൊരു സംഭവം എന്ന് വെച്ചാൽ അതൊരു വലിയൊരു കോർപ്പറേറ്റ് PR വർക്കിലേക്ക് അത് പോയിരിക്കുന്നത്. അതിനകത്തൊന്നും ഈ സാധാരണക്കാരൻ എൻട്രി ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. ഏതോ ഗുഹയിൽ നിന്നൊരു തീരുമാനം എടുത്ത് ഏതോ ഗുഹയിൽ അവസാനിക്കുന്നു എന്നുള്ള സാധനമാണ്. KNR മരിച്ച സമയത്ത് ഞാൻ ഈ തിരുവനന്തപുരം മുതൽ പയ്യാമ്പലം വരെ ഞാനായിരുന്നു പൈലറ്റ് അനൗൺസർ എന്ന് പറഞ്ഞത്. അത് എല്ലാവർക്കും അറിയാൻ, കാരണം നമ്മൾ ഈ പാർട്ടിക്ക് വേണ്ടി അനൗൺസ്മെൻറ്റ് ചെയ്താലും എഴുതിയാലും ഒക്കെ പ്രത്യേകിച്ച് ഈ അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ ഇവർക്ക് സ്പേസ് തരത്തില്ല. പ്രത്യേകിച്ച് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരാണെങ്കിൽ ആ സ്പേസിന് അപ്പുറത്തേക്ക് സ്പേസ് അവർ കൊണ്ടുവരത്തില്ല. അതെനിക്ക് നന്നായി ബോധ്യപ്പെട്ടുകൊണ്ടാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു പോക്കിങ് അസംതൃപ്തരായ മനുഷ്യരായി മാറിയ കുറേ മനുഷ്യരുണ്ട്. കാര്യം ഞങ്ങൾക്ക് ഇതിനകത്തൊരു ഇടപെടാനോ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ അനുകൂല്യമല്ല, ഭരണകൂടത്തിനകത്ത് നമ്മുടെ ശബ്ദം ആവാൻ പറ്റുന്നില്ല. ഇത് ഒരു ഏകാധിപത്യത്തിൻ്റെ ശബ്ദമായി മാറുന്നതുകൊണ്ട് പരന്ന വായനയിൽ നല്ല പ്രാസംഗികരുമായ ഡി സജീവിൻ്റെ മൂർച്ചയേറിയ വാക്കുകളാണ് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചത്. എന്തായാലും UDF നേടിയ ആ വിജയം സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്തു നിന്നും ഷിജു മോഹൻ സീസിനോടൊപ്പം B ശ്രീകുമാർ.